morning. Day 4 of the trip from the tent, from petrol bunk, from after Vijayawada. സമയം ഏകദേശം 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. എന്തൊക്കെയോ എന്ത് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നൈറ്റ് റൈഡ് ചെയ്ത് ഇവിടെ എത്തിപ്പെട്ടു. വിജയവാഡ സിറ്റി ക്രോസ് ചെയ്യാൻ നല്ല ടാസ്ക്കായിരുന്നു. ഇനിയിപ്പോൾ പെട്രോൾ ബങ്കിൽ നിന്ന് ഫ്രഷപ്പ് കാണാം. സോ ഫസ്റ്റ് ആദ്യത്തെ കാര്യം പെട്രോൾ ബങ്കിൽ നിന്ന് ഫ്രഷപ്പായി ടെൻറ്റെല്ലാം പാക്ക് ചെയ്ത് വണ്ടി കയറ്റണം. ആൻഡ് ഇവിടെ നിന്ന് ഹോട്ടൽ കാര്യങ്ങളൊന്നുമില്ല, ഫുഡ് ഫിഗർ ഔട്ട് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ആദ്യത്തെ 2 കാര്യങ്ങൾ തീർക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം ബൈക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, ഫില്ലപ്പ് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. So actually ഇന്ന് day 4 of the trip ആണ്. ആൻഡ് ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവെയർ മിഡ് ഓഫ് വൈസാഗ്. ഇനിയൊരു വൈസാഗ് ഇനി ഒരു 95 kilometers ആണ് വൈസാഗിലേക്കുള്ള ആക്ച്വലി. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ഇപ്പോൾ ഞാനൊരു പാലത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മാജിക്കൽ സൺസെറ്റ് മലകളുടെ 2 സൈഡിലും മലകൾ, അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങൾ, അവിടെ നിന്ന് ഒരു മാജിക്കൽ സൺസെറ്റും തിരിച്ച് എൻ്റെ അതായത് പാലത്തിന്റെ അതർ സൈഡില് ഫുൾ മൂൺ. ഫക്കിംഗ് ക്രേസി. അതായത് ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കലാണ്. എപ്പോഴും ഇത് പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ ട്രിപ്പിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പോണതിന്റെ ഇടയിൽ എൻകൗണ്ടർ ചെയ്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇന്നത്തെ ഡേ എൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സമയത്താണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇവിടെ നിർത്തണമെന്ന് വിചാരിച്ചു, നിർത്തി. ആൻഡ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തതാണ്. സോ ഈ കാണുന്നതാണ് ഫുൾ മൂൺ കാര്യങ്ങളെല്ലാം. ആൻഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫാക്ടറി കാര്യങ്ങളുണ്ട്. ആൻഡ് ഇവിടെയാണ് മല കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ട് കറക്റ്റ് എനിക്കറിയില്ല. ബട്ട് ഇത് ഫുൾ മലപ്രദേശവും കാര്യങ്ങളൊക്കെയാണ്. കുറേ ചൂടിന്ന് ഇപ്പോൾ ഒരു വൈൽഡ് ഒരു നേച്ചർ ഫീലൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ആൻഡ് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആയിട്ടുണ്ടായിരുന്നു. ഹൈവേ കൂടെ ജെറ്റ് റൈഡായിരുന്നു. ജെറ്റ് റൈഡിൻ്റെ ഇടയിൽ ഞാൻ കുറേ നേരം കിടന്നുറങ്ങി. നല്ല പവർ ഫുൾ ഓൺ പവറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 7 o'clock ഞാൻ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് എഡിറ്റിംഗ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കണ്ടന്റ് കാര്യങ്ങളെല്ലാം. സോ അത് കഴിഞ്ഞ് ഇപ്പോൾ ജെറ്റ് റൈഡ് പോകുന്ന സമയത്താണ് വിശാഖപട്ടണം ബോർഡ് കാണുന്നത്. സോ വിശാഖപട്ടണം ലെഫ്റ്റാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത വിശാഖപട്ടണം സ്ട്രെയിറ്റ് കൊൽക്കത്ത ബോർഡ് കാര്യങ്ങൾ കാണുന്നത്. സോ ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് വിശാഖപട്ടണം എത്തിയിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ബീച്ചുണ്ട്. ഞാനിപ്പോൾ എന്തായാലും എത്തി. ഇനിയിപ്പോൾ നൈറ്റ് വലിയ കാര്യങ്ങളൊന്നുമില്ല. ബീച്ച് പോയി കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. നൈറ്റ് കാര്യങ്ങൾ അവിടെ ചിൽ ഔട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം പ്ലാൻ ചെയ്യണം. ആൻഡ് അവിടെ നിന്ന് വിശാഖപട്ടണം ഉറങ്ങുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ഒരു പ്ലാനില്ല. സോ ലെറ്റ്സ് സീ. ആൻഡ് ഡിപ്പെൻസ് ഓൺ ദ ക്ലൈമറ്റ് ആൻഡ് സിറ്റുവേഷൻ. എനിക്ക് അവിടെ നിന്ന് ഒരു പിക്ചർ കാര്യങ്ങളെല്ലാം എടുക്കണം. എന്താണെന്ന് അറിയില്ല, പോയി നോക്കാം. ഈ വൈസാഗ് സിറ്റിയിൽ എൻ്റർ ചെയ്തേക്കാണ്. കുറേ നാൾക്ക് ശേഷം ഡ്രീമിലുണ്ടായിരുന്ന ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഇത് ബൈക്കിൽ പോസിബിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഹോപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഹോപ്പിംഗ് കുറേ വർഷങ്ങൾ കാര്യങ്ങളെല്ലാം. ആൻഡ് ഫൈനലി ക്ലാസിക് 350ൽ ഹിമാലയനിൽ വരായിരുന്ന ട്രിപ്പ് ക്ലാസിക് 350ൽ ബുള്ളറ്റിൽ നമ്മൾ വൈസാഗ് എത്തി ഫൈനലി. എനിക്ക് എവിടെയാണ് കറക്റ്റ് ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല. വൈസാഗ് ഫോർട്ട് കാര്യങ്ങളൊക്കെ സൈഡാണ്. ഇപ്പോൾ കറൻ്റ്ലി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. കുറേ നാളത്തെ ഡ്രീം ഡെസ്റ്റിനേഷൻ. ഓൾറെഡി ഞാനവിടെ പോയിട്ടുണ്ട്. ആൻഡ് ഒന്നുകൂടി പോകണം എന്നുണ്ട്. സോ അങ്ങനെ ഇറങ്ങിയതാണ്. അവിടെ എത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓൾറെഡി 9 o'clock ആയിട്ടുണ്ട്. ലെറ്റ്സ് സീ.